നമുക്ക് എല്ലാവർക്കും അറിയാം, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, ധനവരവ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ, ധനപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കണം. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാ രീതിയിലുള്ള ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ട് സാധിക്കുള്ളൂ. ധനം നമ്മുടെ കയ്യിൽ നിലനിൽക്കുള്ളൂ. ധനം നമ്മുടെ കയ്യിൽ നിലനിൽക്കാത്തത് കൊണ്ടാണ് നമ്മൾ എത്രയൊക്കെ ജോലി ചെയ്തു കഴിഞ്ഞാലും നമുക്ക് വീണ്ടും കടവും അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളും വരുന്നത്, അല്ലെ? അപ്പോൾ അതിനുള്ള പരിഹാരമാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കടുകാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു വസ്തു തന്നെയാണ് കടുക് എന്ന് പറയുന്നത്. കടുകിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ട്. എന്നാൽ നമ്മൾ പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്ന കടുക് ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നമ്മൾ നോൺ വെജ് ഭക്ഷണത്തിന്റെ കൂടെയും ഒക്കെ നമ്മൾ ആ ഒരു കൈ ഉപയോഗിച്ച് ആ ബോക്സ് ഒക്കെ എടുക്കാറുണ്ട്, അല്ലെ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് ഒരു 100 ഗ്രാം കടുക് നിങ്ങൾ ഫ്രഷ് ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുക.